Good afternoon. Good afternoon, ma'am. Good afternoon. Afternoon. Good afternoon, ma'am. Okay. ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. കഴിച്ചു. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ? ഓക്കെ. അപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന 3 നെയിംസ് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു 3 നെയിംസ്? Casualty, emergency department. Emergency room. Emergency room. അങ്ങനെ കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം, ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അതുപോലെ തന്നെ ഫങ്ഷണൽ ഏരിയാസ്, ഏതൊക്കെയായിരുന്നു ഫങ്ഷണൽ ഏരിയാസ് വരുന്നത്? Administrative area, Ambulance and ambulatory. Reception. reception, triage, waiting area, waiting area, staff work station, staff work station, consultation area. Okay. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷണൽ ഏരിയാസിൽ നമ്മൾ പഠിച്ചത് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യന്റ് ഫ്ലോ ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ട്രയേജ് നമ്മൾ പറഞ്ഞു അല്ലെ? ട്രയേജ് എന്താണ്? ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ആദ്യം ചികിത്സ കൊടുക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് പറയുന്നത് അല്ലെ? അതിന്റെ എയിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രയോറിറ്റി അനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ആദ്യം ചികിത്സ കൊടുക്കുക, പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് റിസപ്ഷൻ. നോക്കാം. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. ഇതാണ് ആ ട്രയേജ് ഏരിയയുമായിട്ട്, ട്രയേജിലെ തൊട്ടടുത്തായിരിക്കണം എന്തുണ്ടായിരിക്കേണ്ടത്? ഈ റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ഇതാണ്, കേൾക്കുന്നില്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പൊ റിസപ്ഷൻ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ട്രയേജ് ഏരിയയുടെ തൊട്ടടുത്താണ് റിസപ്ഷൻ ഏരിയ ഉണ്ടായിരിക്കേണ്ടത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. നമ്മൾ ട്രയേജ് കൊടുത്തു അല്ലെ? ഈ പ്രയോറിറ്റി അനുസരിച്ചിട്ട് പേഷ്യൻസിനെ നമ്മുടെ ട്രീറ്റ്മെന്റ് അല്ലെ, ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറയുന്നത്. പ്രയോറിറ്റി അനുസരിച്ചിട്ട് പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പേര്, വിവരങ്ങള്, എല്ലാ കാര്യങ്ങളും. അതാരാ ചെയ്യുന്നത്? ഈ ക്ലറിക്കൽ സ്റ്റാഫ് ആണ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ക്ലറിക്കൽ സ്റ്റാഫ്. അതുപോലെ തന്നെ ട്രയേജിന്റെ 2 പോയിന്റും അണ്ടർലൈൻ ചെയ്യാം. ട്രയേജിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് സോർട്ട് ആണ്, ഡിവൈഡ് ചെയ്യുക എന്നതാണ്. ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ്? ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. എല്ലാ പേഷ്യൻസിനെയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കാണുന്നതിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു റിസപ്ഷനില് ട്രയേജിന്റെ തൊട്ടടുത്തായിരിക്കണം റിസപ്ഷൻ ഉണ്ടായിരിക്കേണ്ടത്. പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്നത് ആരാണ്? ക്ലറിക്കൽ സ്റ്റാഫ് ആണ്. A new medical record is either raised or the older one retrieved. ഇനി എന്താ ഇവിടെ പറയുന്നത്? ഒരു പുതിയൊരു പേഷ്യന്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ല, ആ ഡോക്ടർ എന്താണ് ആ ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി പഴയൊരു പേഷ്യന്റ് ആണ്, എന്തെങ്കിലും അസുഖം കൊണ്ടോ, ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അടിവയറ് വേദന, അബ്ഡോമിനൽ പെയിൻ ആയിരിക്കാം, അതുകൊണ്ട് വരുന്ന പേഷ്യന്റ് ആണ്. ഓൾറെഡി അവിടെ
എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് പുതിയൊരെണ്ണം റിട്രീവ് ചെയ്ത് വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുതിയൊരെണ്ണം ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഓൾറെഡി ഉള്ളതിൽ നിന്ന് വീണ്ടെടുത്താൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? റിസപ്ഷൻ എന്താണെന്ന് പറഞ്ഞത് ട്രയേജിന്റെ തൊട്ടടുത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ക്ലിനിക്കൽ സ്റ്റാഫ് ആണ് എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും അല്ലെ പേഷ്യൻസിന്റെ ട്രയേജിന് ശേഷം പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ പുതിയ പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഓൾറെഡി അവിടെ ഹോസ്പിറ്റലിൽ അയാളുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ വീണ്ടെടുത്താൽ മാത്രം മതി. ക്ലിയർ ആണോ? റിസപ്ഷൻ വരെ വായിച്ചു നോക്കിയേ. ട്രയേജ് ആൻഡ് റിസപ്ഷൻ വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങളും വായിച്ചു നോക്കാം. ട്രയേജ്, റിസപ്ഷൻ. നെക്സ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് നോക്കാം. എന്താ? പേഷ്യൻസ് may be directed to resuscitation area, acute treatment area, consultation or fast track area, medical imaging or waiting area based on the emergency treatment is initiated. എന്താണ്? പേഷ്യൻസിനെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഏരിയകൾ ആണ് കൊടുത്തിരിക്കുന്നത്. റീസസ്റ്റേഷൻ അല്ലെ, ജീവന ഏരിയ, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ നമ്മൾ ഫങ്ഷണൽ ഏരിയാസിലും അതർ ഏരിയാസിലൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മൾ പഠിച്ചതാണ് അല്ലെ ഫങ്ഷണൽ ഏരിയാസിൽ. ഓക്കെ, അപ്പോ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ട്, കൺസൾട്ടേഷൻ ഏരിയ ഉണ്ട്. മെഡിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞ ഏരിയ ഏതായിരിക്കും? മെഡിക്കൽ ഇമേജിംഗ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മെഡിക്കൽ ഇമേജിംഗ് ഏരിയ എന്ന് പറഞ്ഞാല് എക്സ്റേ. ഓക്കെ, റിസപ്ഷൻ ആണോ? എക്സ്റേ, സ്കാൻ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രീറ്റ്മെന്റ് ഏരിയയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. റീഇവാലുവേഷൻ ആൻഡ് ED ഫിസിഷ്യൻ. ആരാണ് ED ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? എന്താണ് ED ഫുൾ ഫോം എന്തായിരിക്കും? എന്താ ED ഫിസിഷ്യൻ? ED ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വെരി ഗുഡ്. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം ED ഫിസിഷ്യൻ will re-evaluate patient condition after treatment and assess the test result, because the result may give them additional insight to the type of treatment you need. Voice clear alle? Clear aano voice? ആണ്. ഓക്കെ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം. നെറ്റ് റേഞ്ച് ഒക്കെ ഉള്ളിടത്ത് പോയി ജസ്റ്റ് ഇരുന്ന് നോക്കാം. എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ ഇതിൽ പറയുന്നത്? റീ ഇവാലുവേഷൻ അല്ലെ, നമുക്ക് വീണ്ടും വിലയിരുത്തുന്നത്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാല് വിലയിരുത്തുക. എന്താണ് ED ഫിസിഷ്യൻ അല്ലെ? നമ്മളിപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ക്യാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് ആരെയാണ്? ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ക്യാഷ്വാലിറ്റിയിലോട്ടാണ് ആദ്യം കൊണ്ടുവരുന്നത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ED ഫിസിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും.
എന്നിട്ട് അതിന് ശേഷം ആളൊന്ന് റിക്കവർ ആയതിനു ശേഷം വീണ്ടും ഈ ED ഫിസിഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തില് ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നുണ്ട്. ടെസ്റ്റ് റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരാം, സ്കാനുകൾ MRI എടുക്കേണ്ടതായിട്ട് വരാം, ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെ? അങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തില് ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നു. അപ്പോ റിവാലുവേഷൻ എന്ന് പറഞ്ഞാല് ആക്സിഡന്റ് കേസുകളോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ ആദ്യം ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം അദ്ദേഹം ഒന്ന് കണ്ടീഷൻ ഒന്ന് ഓക്കെ ആയി എന്ന് കാണുമ്പോ ടെസ്റ്റുകൾ നടത്താനായിട്ട് തുടങ്ങും. സ്കാനുകള്, അതുപോലെ ബ്ലഡ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തില് ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നു. അതാണ് റീ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡിസ്ചാർജ്. ഓക്കെ, ഈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുമ്പോ ആദ്യം കാഷ്വാലിറ്റിയിലോട്ടാണല്ലോ കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ആളൊന്ന് ഓക്കെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് കൊടുക്കോ ഇല്ലേ, അല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് അഭിപ്രായം നിങ്ങളുടെ? ആൾ ഓക്കെ ആയ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ ഒന്ന് ഓക്കെ ആയതിനു ശേഷം കൊണ്ടുപോകാൻ പറ്റും? ആണോ? കാഷ്വാലിറ്റിയിലോട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റ് ചിലപ്പോ ഒന്ന് റിക്കവർ ആയി, ഒരിത്തിരി റിക്കവർ ആയി കഴിഞ്ഞാല് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? കണ്ടീഷൻ നോക്കിയിട്ട്. ഇല്ല, പറ്റില്ലല്ലേ? പറ്റുമോ? ചില ആൾക്കാർ പറയുന്നുണ്ട് പറ്റില്ല, ചില ആൾക്കാര് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വാർഡിലേക്ക് മാറ്റും, അല്ലെ? ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരൊന്ന് ചെക്ക് ചെയ്യോ, അല്ലെ? എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ കൊടുത്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് ഒന്ന് ആള് ഓക്കെ ആയി അതിനുശേഷം എക്സ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തില് എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റുകൾ തുടങ്ങുന്നുണ്ട്. വീട്ടിലേക്ക് തിരിച്ചു പോവോ? ഇല്ല, വീട്ടിലില്ല. ഒന്നല്ലെങ്കിൽ വാർഡിലേക്കോ ഒന്നല്ലെങ്കിൽ ICUയിലേക്കോ ബന്ധപ്പെട്ട വാർഡിലേക്കോ മാറ്റും. ഓക്കെ, കാഷ്വാലിറ്റിയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, അല്ലെ? എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റ് ആണ്. ഓക്കെ, ആക്സിഡന്റ് കേസൊക്കെ അതിന് ചെറിയ തട്ടലോ പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വിടും. എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ നമ്മള് വീട്ടിലേക്ക് പറഞ്ഞയക്കില്ല. നോക്കി, ഡിസ്ചാർജ് ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു റിമൂവ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. അപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ഇതിന് ശേഷം നമ്മളാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് ഓക്കെ ആയി, കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യില്ല, ഒന്നല്ലെങ്കിൽ വാർഡിലേക്കോ ഒന്നല്ലെങ്കിൽ റൂമിലേക്കോ ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ചിലപ്പോ ആന്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബയോട്ടിക്സിന്റെ ഡോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആൾ ഓക്കെയതിനു ശേഷം വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. All patients receive a written home care instructions to follow when discharged. A referral can be made based on facilities of a hospital and patient condition if needed. അപ്പൊ നമ്മളിപ്പോ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ കുറച്ച് കാര്യങ്ങൾ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അവർക്ക്, ഇല്ലേ? വീട്ടില് ഇന്ന മരുന്നുകള് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന നേരം കഴിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരാറുണ്ട്, അല്ലെ? എക്സസൈസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് അവര് ഡിസ്ചാർജിന് ശേഷം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ തന്നെ റഫറൽ എന്ന് പറഞ്ഞാല് റഫർ ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യാറുണ്ട്, ഇല്ലേ? ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്, അല്ലെ? ചില പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ പറയാറുണ്ട്, ഇവിടെ പറ്റില്ല കേട്ടോ, ഇവിടെ പറ്റില്ല, പിടിച്ചാക്കാൻ പറ്റില്ല, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകുള്ളൂ എന്ന് പറയാറുണ്ട്. അതാണ് റഫറല്. രണ്ട് തരമുണ്ട്.
റഫറൽ ഇൻ ഉണ്ട്, റഫർ ഔട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. റഫർ ഇൻ എന്താണ്, ഔട്ട് എന്താണെന്നുള്ളത്. റഫർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റഫർ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അതിനെയാണ് റഫർ ഔട്ട് എന്ന് പറയുന്നത്. റഫർ ഔട്ട് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. റഫർ ഇൻ എന്തായിരിക്കാം, മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് രോഗിയെ കൊണ്ടുവരുന്നത്. ഇൻ, റഫർ ഇൻ, വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുവരുന്നതാണ് റഫർ ഇൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഡിസ്ചാർജിന് ശേഷം ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഹോസ്പിറ്റലിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, കണ്ടീഷൻ വളരെ മോശമാണ് എന്നുണ്ടെങ്കിലൊക്കെ റഫർ ചെയ്ത് കൊടുക്കാറുണ്ട്, മറ്റു ഹോസ്പിറ്റലിലേക്ക് റഫറൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. റഫർ ഇന്നുണ്ട്, റഫർ ഔട്ട് ഉണ്ട്. ഔട്ട് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി ഇൻ എന്ന് പറഞ്ഞാല് മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പേഷ്യന്റ് ഫ്ലോയിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ട്രയേജ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഉണ്ട്, റീ ഇവാലുവേഷൻ ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. എന്തോരെണ്ണം, ഡിസ്ചാർജ് വരെയല്ലേ ഉള്ളൂ. ഡിസ്ചാർജ് വരെയാണോ പോയിന്റ്സ് ഉള്ളത്? ഓക്കെ, വേറെ ഏതാ ഒരെണ്ണം ഉള്ളത്? ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മറ്റു പലയിടത്തും അല്ലെങ്കിൽ വേറെ ജോലിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആണോ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? 6th പോയിന്റ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഇല്ല. ഓക്കെ, ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഇതാണ് പറയുന്നത്, ഇവിടെ പറയുന്നത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. വായിച്ചു നോക്കാം കേട്ടോ. സ്റ്റെബിലൈസേഷന്റെ മീനിങ് എന്താ? ഹരിത എന്ന ഡിക്ഷണറിയിൽ നോക്കി നോക്കിയേ, എന്താണ് സ്റ്റെബിലൈസേഷന്റെ മീനിങ്? എന്തായിരിക്കും? ഇല്ല, ഡിക്ഷണറി ഇല്ല. ഫോണിലൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഡിക്ഷണറി ഒക്കെ, അപ്പൊ ഇടയ്ക്ക് ഡൗട്ട് ഒക്കെ വരുമ്പോ നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ക്രോമിൽ നോക്കാലോ. എന്താണ് സ്റ്റെബിലൈസേഷന്റെ മീനിങ്? സ്റ്റേബിൾ, എന്തായിരിക്കാം മീനിങ്? കുട്ടികൾ പറയുന്നുണ്ട് സ്ഥിരത അല്ലെ, സ്റ്റേബിൾ, സ്റ്റെബിലൈസേഷൻ. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ സ്പീഡിംഗ് പോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കും കണ്ടുപിടിക്കാവുന്നതാണ് അല്ലെ. ഓരോരോ കാര്യങ്ങൾ ഡിക്ഷണറി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി വാങ്ങിക്കുക, ഡിക്ഷണറി എടുത്ത് വെക്കുക ക്ലാസ് തുടങ്ങുമ്പോൾ. എന്നിട്ട് അറിയാത്തത് കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും.
ഇന്ന് രണ്ടാപുരം മിസ് തന്നെ ആയിരിക്കും കേട്ടോ. മിസ് തന്നെയാണ് ക്ലാസ് എടുക്കാം. ഇടയ്ക്ക് ബ്രേക്ക് തരാം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട്. ഓക്കെ, വായിച്ചു കഴിഞ്ഞാ ക്ലിയർ ആയോ? 5 പോയിന്റ്സും ഡിസ്ചാർജ് വരെയും. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാലോ? നെക്സ്റ്റ് നോക്കാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ കാഷ്വാലിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ഓക്കെ, ഓരോരുത്തരുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, CMO. അവിടെ നിന്ന് എഴുതി വെക്കാം കേട്ടോ. CMO അതിന്റെ ഷോർട്ട് ഫോം ആണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ഒക്കെ ചോദിക്കാവുന്നതാണ്. ബ്രാക്കറ്റിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. CMO എന്ന് പറയുന്നുണ്ട്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. എക്സ്പാൻഡ് CMO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. എന്താണ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാല്? ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ അല്ലേ, എമർജൻസി മെഡിസിനിൽ MD എടുത്തവരായിരിക്കാം അല്ലെ. ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ്, വെൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് എവിടെ ഉണ്ടാകുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അപ്പോ കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെൽ സ്കിൽഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. പിന്നെ RN with trained EMT at ട്രയേഡ് സെക്ഷൻ. ഓക്കെ, ട്രയേഡ് സെക്ഷനിൽ ആരൊക്കെ ഉണ്ടാവും? RN എന്താ? RN എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഡഡ് ഫോം രജിസ്റ്റേർഡ് നേഴ്സ്. ഓക്കെ, വെരി ഗുഡ്, രജിസ്റ്റേർഡ് നേഴ്സ്. ഇനി EMT എന്തായിരിക്കും? EMT എന്തായിരിക്കും? എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞു നോക്കി. EMT എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണോ? EM എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. രജിസ്റ്റേർഡ് നഴ്സ് with the trained EMT, emergency medical technicians. Okay. കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാണ്? സ്കിൽഡ് നഴ്സിംഗ് ടീം അല്ലെ. നഴ്സിംഗ് ടീമുകള് നമ്മൾ പറയാം. ഈ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PG കഴിഞ്ഞവരായിരിക്കും കേട്ടോ. PG കഴിഞ്ഞവരായിരിക്കും RN അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ പറഞ്ഞതാണ് സ്കിൽഡ് നഴ്സിംഗ് ടീം അല്ലെ. കാഷ്വാലിറ്റിയില് നല്ല സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീമും അവൈലബിൾ ആയിരിക്കും. പിന്നെന്താ? ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്. ആരായിരിക്കും ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്? ഗസ് ചെയ്യാൻ പറ്റുമോ? എക്സ്റേ. വെരി ഗുഡ്. എക്സ്റേ, ECG, MRI, CT സ്കാൻ അല്ലെ, ഇതൊക്കെ എടുക്കുന്നവരാണ് ആര്? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടെക്നീഷ്യൻസ്. ഇനി ആരാ? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റും എക്സിക്യൂട്ടീവ്സ്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിൽ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടീമിൽ വരുന്നത് കേട്ടോ. ഓക്കെ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ CMO എന്ന് പറയും. കൺസൾട്ടന്റ് ഉണ്ടാവും. RN രജിസ്റ്റേർഡ് നഴ്സ്. EMT എന്ന് പറഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരുണ്ടാവും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടാവും. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. ഇനി നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കാര്യങ്ങൾ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നവര്. ഓക്കെ, ആരൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്. ഓക്കെ, ഇത്രയും പേരാണ് ഇതിലുണ്ടാകുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫില്. ഓക്കെ, 2 പേരാണ് ഓർത്ത് വെക്കാം. മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക് ആൻഡ് അഡ്മിഷൻ ക്ലർക്ക്. ഇനി നെക്സ്റ്റ് ആണ് റെക്കോർഡ്സ്. ഈ കാഷ്വാലിറ്റിയില് കുറച്ച് റെക്കോർഡ്സുകൾ ഉണ്ട്. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്. പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അതിനകത്ത് ഉണ്ടാവാം?
അറിയാൻ പറ്റോ പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ? എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും പേഷ്യന്റ് റെക്കോർഡ്സില്? പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞേ. അഡ്രസ്, നെയിം അല്ലെ, അഡ്രസ്, ഏജ്, സെക്സ്, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അതടങ്ങിയതാണ് പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ? ഇതെന്തായിരിക്കും കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറയുമ്പോ? കാഷ്വാലിറ്റിയില് പേഷ്യൻസ് മരിക്കുമ്പോ അല്ലെ, പേഷ്യന്റ് കൊണ്ടുവരുമ്പോ മരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും. അപ്പൊ അതാണ് ഇത് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സ് എന്തായിരിക്കാം? ഒബ്സർവേഷൻ നിരീക്ഷിക്കുക അല്ലെ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സ്. എന്തായിരിക്കാം ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്സ്? നിരീക്ഷിച്ച കാര്യങ്ങള്, മെഡിസിൻ ട്രീറ്റ്മെന്റുകള്, ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്. ഇനി എന്താ റഫറൽ റെക്കോർഡ്? എന്തായിരിക്കാം റഫറൽ റെക്കോർഡ്? റഫറൽ എന്ന് പറയുമ്പോ ലാബുകൾ വരാം. അതുപോലെ തന്നെ എന്താ ഇൻ ആൻഡ് ഔട്ട് നമ്മൾ റഫർ ചെയ്ത് കൊടുക്കുന്നത് അല്ലെ, ആണോ? റഫറൽ അല്ലെ, ഹോസ്പിറ്റലിലേക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ, അതാണ് റഫറൽ റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടത്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് അറിയാലോ, ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. മൈനർ OT റെക്കോർഡ്സ്. എന്താണ് OT? എന്താ? ഓപ്പറേഷൻസ് തിയേറ്റർ അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ മൈനർ ആയിട്ടുള്ള ഓപ്പറേഷനുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ. എന്താണ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആക്സിഡൻസുകളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോ ഏത് പ്ലേസിലാണ് വെച്ച് സംഭവിച്ചത്, ഏത് ഏരിയയിലാണ്, ഏത് ലൊക്കേഷനാണ്, ഏത് സ്പോട്ടാണ്, ഏത് ജില്ലയിലാണ് എന്നൊക്കെ നമ്മൾ എഴുതി അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. ഓക്കെ, സോറി, അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം വിട്ടുപോയി അല്ലെ. അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. എന്തായിരിക്കാം? എല്ലാ സ്റ്റാഫുകളുടെയും അറ്റൻഡൻസ് അല്ലെ, അറ്റൻഡൻസ് രജിസ്റ്റർ. ഓക്കെ, പിന്നെ എന്താണ് രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ്, സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. എന്താണ്? ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേറെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് വന്നിരിക്കാറുണ്ട്. ചിലപ്പോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയൊക്കെ ഡോക്ടേഴ്സ് വന്നിട്ട് ഇരിക്കാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ ഇല്ലേ? അങ്ങനെയുള്ള ഡോക്ടേഴ്സ് വന്നിരിക്കാറുണ്ടല്ലേ? മറ്റു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവര് ഇരിക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ അങ്ങനെ? ആരും കണ്ടിട്ടില്ല? ശ്രദ്ധിച്ചിട്ടില്ല? അങ്ങനെയുണ്ട്. ഓക്കെ, ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് മറ്റു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇരിക്കാറുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അവരുടെ എന്താണ് രജിസ്റ്റർ. ഓക്കെ, അവരുടെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്റർ ഉണ്ടാവും. പിന്നെ എന്താണ് all document, example admission card, case sheet, drug chart. Drug chart എന്താ? drug chart എന്താണ്? ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞാല് മെഡിസിനുമായിട്ട് അല്ലെ, മെഡിസിന്റെ കാര്യങ്ങൾ ചാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് ഇതൊക്കെ ഇതിലുണ്ടാവും. കാഷ്വാലിറ്റിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന റെക്കോർഡാണ്. കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഡോക്യുമെന്റ്സിലൊക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ ഡോക്യുമെന്റ്സും ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? അഡ്മിഷൻ കാർഡ് ഉണ്ടാവും, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ടത്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം, ഇതൊക്കെയാണ് ഡോക്യുമെന്റുകളായിട്ട് നമ്മളോട് സൂക്ഷിക്കുന്നത്. പിന്നെ എന്താണ്?
MLC റെക്കോർഡ്. എന്താണ് MLC എന്ന് പറഞ്ഞാല്? അറിയോ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന്? MLC. വെരി ഗുഡ്. എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിള് റേപ്പ്, അപകടം, പിന്നെ ട്രോമ, മർദ്ദനം, അസാൾട്ട്, ആക്സിഡന്റ്, ഇതൊക്കെയാണ് അല്ലെ? ഓക്കെ. വിഷം, പോയ്സണിങ്, ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്താ മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള എന്താണ് മെഡിക്കോ ലീഗൽ MLC റെക്കോർഡ് വിത്ത് ഓൾ ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ആൻഡ് കീപ്പ് അണ്ടർ ദി ലോക്ക് ആൻഡ് കീ അണ്ടർ CMO കാഷ്വാലിറ്റി. അപ്പൊ എന്താണ് കാഷ്വാലിറ്റി? CMO എന്ന് പറഞ്ഞാൽ അറിയാലോ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ. അപ്പൊ ഇത് ഈ MLC റെക്കോർഡ്സ് അല്ലെ, MLCയുമായിട്ട് എന്താണ് മർദ്ദനം, റേപ്പ്, അതുപോലെ തന്നെ അസാൾട്ട്, ഇതൊക്കെയാണ് MLC കേസുകളായിട്ട് വരുന്നത്. അതിന്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്നത് ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ്. ഓക്കെ. ഇനി മെഡിക്കോ ലീഗൽ കേസസ് ലൈക്ക് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്. അസാൾട്ട് എന്ന് പറഞ്ഞാല് അക്രമങ്ങൾ, റേപ്പ്, അതുപോലെ പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോഡ് ഡെത്ത് should be stamped as MLC. അപ്പൊ MLC കേസുകളായിട്ട് ഇങ്ങനെ ആക്സിഡന്റ് കേസുകളാവാം, മേജർ ട്രോമ, ആഘാതം, അല്ലെങ്കിൽ മുറിവുകൾ കൊണ്ട് ആളുകൾ മരണമടഞ്ഞതാവാം, ആക്രമണങ്ങള്, റേപ്പ്, പോയിസണിങ്, ഇതൊക്കെ എന്താണ് MLC കേസുകളായിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ. MLC കേസുകൾ ഏതൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്യാട്ടോ. ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്, റേപ്പ്, സൂയിസൈഡ് ഒക്കെ വരും. ഓക്കെ. പോയിസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. ഇതൊക്കെ എന്താണ് MLC കേസുകളായിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. ഇനി പോലീസ് ഇന്റിമേഷൻ ബുക്ക്. നമുക്കിപ്പോ ആക്സിഡന്റ് കേസസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിക്കണം അല്ലെ? പോലീസുകാർ വരാറുണ്ട്. കേട്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ നിങ്ങള് അങ്ങനെ പോലീസ് വരുന്നത്? MLC കേസുകളൊക്കെ, ക്രിമിനൽ കേസുകളൊക്കെ ആവുമ്പോ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് പോലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ നമ്പറുള്ള ഒരു എന്താണ് ബുക്കും അവിടെ കീപ്പ് ചെയ്യും. അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പോലീസ് ഇന്റിമേഷൻ ബുക്കും എന്താണ് റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് റെക്കോർഡ്സുകളായിട്ട് വരുന്നത് അല്ലെങ്കിൽ പറയുന്നത് കേട്ടോ. വായിച്ചു നോക്കിയൊന്ന്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ് മുതൽ റെക്കോർഡ്സ് വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫങ്ഷൻസ് ഓഫ് ദി ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. ഓക്കെ, എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ ആണ് to provide immediate and correct life-saving medical care. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവിടെ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ് കെയർ ആണ് അല്ലെ. ഇപ്പൊ ചില ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും ഓടിക്കൂടുന്നത് കാണാം അല്ലെ, ചില രോഗികളൊക്കെ എമർജൻസി ആയിട്ട് വരുമ്പോൾ. അതുപോലെ തന്നെ എന്താണ് ഒരു ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ ആണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും നല്ല രീതിയിലുള്ള ഒരു ഇമ്മീഡിയറ്റ് കെയർ ആണ് രോഗികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ കാഷ്വാലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രോഗികൾക്ക്. ഇനി എന്താ ടു ലിയേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര സമ്പർക്കം അല്ലെങ്കിൽ പരസ്പര ബന്ധം, പരസ്പര സമ്പർക്കം എന്നൊക്കെ പറയാം കേട്ടോ. ടു ലിയേസ് with the court and the police in medico-legal cases whenever required. എന്താണ് മെഡിക്കോ-ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരുണ്ടാവും? പോലീസ് വരും അല്ലെ, പോലീസ് വരും. അതുപോലെ തന്നെ കോർട്ട് അല്ലെ, കോർട്ടുമായിട്ടും പോലീസും കോർട്ടുമായിട്ടും നമ്മളൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ബന്ധം നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പോലീസ് ക്രിമിനൽ കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിമിനൽസിനെയൊക്കെ എന്താണ് പോലീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കോടതിയിലൊക്കെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ പോലീസും കോർട്ടുമായിട്ടൊരു പരസ്പര സമ്പർക്കം നമ്മൾ നൽകേണ്ടത് അല്ലെങ്കിൽ ലഭിക്കേണ്ട അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ പ്രീ hospital care and transportation of a patient to and from the hospital. എന്താണ് ഒരു ആംബുലൻസ്, പ്രീ ഹോസ്പിറ്റൽ കെയർ ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രീ ഹോസ്പിറ്റൽ കെയർ ആംബുലൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ വീടുകളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആംബുലൻസ് സർവീസും ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എക്സ്പെഷ്യലി ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്. എന്താണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഡിസാസ്റ്റർ? ദുരന്തങ്ങള്. ഇപ്പോ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, വയനാട് ദുരന്തം അല്ലെ, അല്ലെങ്കിൽ ഫ്ലഡ്. വയനാട് ദുരന്തം തന്നെ എടുക്കാം നമുക്ക്, വയനാട് ദുരന്തം. അപ്പൊ ആ ദുരന്തം വന്നപ്പോ കുറെ ആളുകൾ മരണമടഞ്ഞു അല്ലെ, മരണപ്പെട്ടു അല്ലെ. മരണപ്പെട്ടപ്പോ എന്താണ് ചിലവർക്ക് എന്താണ് കൈകാലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ചിലവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ. ആരെയും അറിയുന്നില്ല, വീട്ടുകാരെവിടെയാണ്, ഏത് ദിക്കിലാണ്, എവിടെയാണെന്നോ കൂടി നമുക്ക് അറിയാത്തൊരു സാഹചര്യമായിരുന്നു ആ വയനാട് ദുരന്തം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ പല ആളുകളെയും ഈ ദുരന്തത്തില് വന്നപ്പോ ഇങ്ങനെയുള്ള പല ആളുകളെയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും അല്ലേ. എന്നിട്ട് ഇത് ആരുടെ ബോഡിയാണ് അല്ലെങ്കിൽ ഇത് ആരുടെ കൈയാണ്? ചിലപ്പോ കൈകാലുകൾ മാത്രം ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് ആരുടെ കാലാണ്, അത് ആരുടെ ബോഡിയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അവരുടെ റിലേറ്റീവ്സിന് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഹെൽപ്പ് കൂടി ആര് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ഹോസ്പിറ്റലുകാർ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെന്റർ ആയിട്ട് ഹോസ്പിറ്റലുകാർ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് ടൈമില്? ഡിസാസ്റ്റർ ടൈമില്, ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ടൈമില് അവരുടെ റിലേറ്റീവ്സിനെ, അവരുടെ ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം അല്ലെ, മകനായിരിക്കാം, മകളായിരിക്കാം, ഇവയൊക്കെ കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് കൂടി ആര് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് ഇല്ലേ.
മെഡിക്കൽ സ്റ്റാഫുകൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്, റിസർച്ച് ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വരുമ്പോ കോർട്ടും പോലീസുമായിട്ടൊരു നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. പിന്നെ എന്താണ്? ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രോഗികൾക്ക്. ഒരു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, റിസർച്ച് ആക്ടിവിറ്റീസിലും മെഡിക്കൽ സ്റ്റാഫുകളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. 5 കാര്യങ്ങൾ, 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസുകളൊക്കെ വരുമ്പോ എന്താണ്? പോലീസും കോർട്ടുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. ഹോസ്പിറ്റലും അതുപോലെ തന്നെ കോർട്ടും പോലീസും തമ്മിലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, 5 പോയിന്റ്സും കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് പോയിന്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കാം. The ED emergency department must be organized and administrated to meet the health care needs of its population. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെയാണ്? പേഷ്യൻസിനെ അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെയാണ് അവിടെ പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ്, വാൻസ്, ആവശ്യങ്ങള് ഒക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം? കുറെ കാര്യങ്ങൾ ED സംഘടിപ്പിക്കേണ്ട, ED ഓർഗനൈസ് ചെയ്യേണ്ട കാര്യങ്ങളായാലും അതുപോലെ തന്നെ നിർവഹിക്കേണ്ട കാര്യങ്ങൾ അല്ലെ? ഓർഗനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യനിർവഹണം. അപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന, കാഷ്വാലിറ്റിയിൽ വരുന്ന ജനങ്ങളുടെ, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും മീറ്റപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്, ഉറപ്പുവരുത്തേണ്ടതാണ്. അവർ നോക്കേണ്ടതാണ് കറക്റ്റ് ആയിട്ട് അവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇനി എന്താ? ഓപ്പറേഷൻസ് ഓഫ് ED മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ?
ഈ എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ക്യാഷ് എന്താ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ENT ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ പല പല ഡിപ്പാർട്ട്മെന്റുകൾക്കും റിട്ടേൺ അല്ലെ പോളിസീസ് പ്രൊസീജിയേഴ്സും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ആരാണ് ആരാ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്? ED ആണോ? പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഗൈഡ് ലൈൻസ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഈ പോളിസിയിലൂടെ പോകണം, ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ഈ പ്രൊസീജിയറിലൂടെ പോകണം എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് അവര് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പോളിസിയിലും പ്രൊസീജിയറിലൂടെയാണോ ഈ കാഷ്വാലിറ്റി അല്ലെങ്കിൽ ED ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് അവര് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള പോളിസിയിലൂടെയാണോ പ്രൊസീജിയറിലൂടെയാണോ കാഷ്വാലിറ്റി പോകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ആയിരിക്കും. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇപ്പൊ റേഡിയോളജിയുടെ പ്രൊസീജിയറും പോളിസീസ് ആയിരിക്കില്ല ED-ക്കുള്ളത്, ED-യുടെ ആയിരിക്കില്ല ENT-ക്കുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി എന്താ, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ along with the appropriate integration of auxiliary services must ensure quality and safety in ED. അപ്പൊ എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകളായാലും അതുപോലെ തന്നെ ഈ നഴ്സിംഗ് സ്റ്റാഫുകൾ, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് സ്റ്റാഫുകളും കറക്റ്റ് ആയിട്ടുള്ള ആക്സിലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുബന്ധമായിട്ടുള്ള സർവീസുകൾ കേട്ടോ. ഓക്കെ, നല്ല രീതിയിലുള്ള സർവീസുകൾ അവിടെ കൊടുക്കുന്ന സർവീസുകൾ നല്ല ക്വാളിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ ക്വാളിറ്റിയോടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫുകളായാലും നഴ്സിംഗ് സ്റ്റാഫുകളായാലും അവിടെ കൊടുക്കുന്ന സർവീസുകൾ, ഹോസ്പിറ്റലിൽ ED ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന സർവീസുകൾ അത് കൃത്യമായിട്ട് ക്വാളിറ്റിയോടെ ഗുണനിലവാരത്തോട് കൂടിയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തണം. Appropriateness of emergency care are continually monitored and evaluated. അതുപോലെ തന്നെ ഈ എന്താ പറയുന്നത്, പേഷ്യൻസിന് കൊടുക്കുന്ന എമർജൻസി കെയർ നല്ല രീതിയിലുള്ള കണ്ടിന്യൂറ്റി നമ്മൾ നിരീക്ഷിക്കുക. ആരും നിരീക്ഷിക്കണം? അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ നിരീക്ഷിക്കുകയും അത് വിലയിരുത്തുകയും വേണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് അവര് രോഗികൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്, ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ടോ എന്ന് കണ്ടിന്യൂലി അല്ലെ തുടർച്ചയായിട്ട് അവർ നിരീക്ഷിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. പിന്നെ എന്താണ്, ദ മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും മെഡിക്കൽ ഡയറക്ടർ? മെഡിക്കൽ ഡയറക്ടർ എന്ന് പറഞ്ഞാല് ED ഡിപ്പാർട്ട്മെന്റിലെ മെഡിക്കൽ ഡയറക്ടർ ആരാ? ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അവിടെ അല്ല, ഡോക്ടേഴ്സ് കേട്ടോ. മെഡിക്കൽ ഡയറക്ടർ should oversee all aspects of the practice of emergency medicine in ED. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങള് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓവർസീ ചെയ്യണം. ആര്? മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യേണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ട് ഓവർസീ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോ എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകൾ, അവിടെ ഉള്ള നഴ്സുമാര് എല്ലാവരും മെഡിക്കൽ സ്റ്റാഫുകള് കറക്റ്റ് ആയിട്ട് രോഗികൾക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആയിട്ട് അവർ ചെയ്യണം, ചെക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഓവർസീ ചെയ്യണം. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ ഡയറക്ടർ ഓവർസീ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. പിന്നെ എന്താണ്, ഓൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ഗെറ്റ് എ ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ദാറ്റ് അഡ്രസ്സസ്. അപ്പൊ എന്താണ്,
പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്കൊന്നും ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് അറിയില്ല അല്ലെ. നിങ്ങളായാലും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നാല് പഠിപ്പ് വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം. പക്ഷെ ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആണോ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഫോർമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു എന്താ ട്രെയിനിങ്ങുകൾ നമ്മൾക്ക് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ സ്കില്ലും നോളജ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ജോബിനെ കുറിച്ച് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. നമ്മൾ ഏത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, ഏത് റെസ്പോൺസിബിലിറ്റി ആണ് ചെയ്യേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം വഴി അവർക്ക് ലഭിക്കുന്നതാണ്. ആർക്ക്? ന്യൂ സ്റ്റാഫുകൾക്ക്. അപ്പൊ അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇനി എന്താണ്? മിഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും, ഹോസ്പിറ്റലിൽ മാത്രമല്ല, ഇപ്പൊ സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാലും ഓരോ ഓർഗനൈസേഷൻസ്, ഫേംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും, ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു മിഷൻ ഉണ്ടാവും അല്ലെ, ഒരു ദൗത്യം അല്ലെങ്കിൽ എന്താണ് ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലെ. അതെന്താണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്നത് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിന്റെ ദൗത്യം എന്താണെന്ന് പുതിയ സ്റ്റാഫുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓഫ് ദി ED. SOP ട്ടോ, അതിന്റെ ഷോർട്ട് ഫോം ആണ് SOP. അറിയാമോ SOP? ഓക്കെ, ജസ്റ്റ് ഒന്ന് അവിടെ ഷോർട്ട് ഫോം ഒന്ന് എഴുതിയിടാട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ ഷോർട്ട് ഫോം ആണ് SOP. അപ്പോ ED അല്ലെ, എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ SOP-യിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അത്രമാത്രം ഒന്ന് അറിഞ്ഞു വെക്കാം. നെക്സ്റ്റ് ആണ് എന്ത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദി ED സ്റ്റാഫ്. അപ്പൊ എന്താണ് റെസ്പോൺസിബിലിറ്റി അല്ലെ? ഓരോ മെമ്പേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി, ED-യിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് മെമ്പേഴ്സ് ഓഫ് ഈച്ച്. അത് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഓരോ നേഴ്സിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തണം. സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽസ്. ഇനി സ്റ്റാഫിന്റെ പ്രൊഫഷണൽ നോളജും സ്കില്ലും ഒക്കെ ഇംപ്രൂവ് ആകുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രയൽസ് ആൻഡ് സ്ക്രീനിങ് ഓഫ് ഈച്ച് പേഷ്യന്റ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ എ ഫിസിഷ്യൻ ഓർ ട്രെയിൻഡ് RN എന്നുണ്ട് അവിടെ, RN വിത്ത് EMT. അപ്പൊ ട്രയേജ്, അതുപോലെ തന്നെ പരിശോധന, സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധനകള്, അത് കൃത്യമായിട്ട് എന്താണ് പെർഫോം ചെയ്യുന്നുണ്ടോ, ആരാണ്? ഒന്നുകിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് RN വിത്ത് EMT ആയിരിക്കാം. അത് കറക്റ്റ് ആയിട്ട് ട്രയേജ് സംവിധാനവും അതുപോലെ തന്നെ പരിശോധനകളും നടത്തുന്നത്. പേഷ്യൻസിന്റെ പരിശോധനകളായാലും ട്രയേജ് സംവിധാനം ഒന്നല്ലെങ്കിൽ ചെയ്യുന്നത് ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ RN വിത്ത് EMT ആയിരിക്കാം. അത് അവർ കറക്റ്റ് ആയിട്ട് അവരുടെ കടമകൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. Eligible and appropriate medical record must be established for each individual. അതുപോലെ തന്നെ എന്താണ് ഈ പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ടാവും അല്ലെ, അവരുടെ ആ മെഡിക്കൽ റെക്കോർഡ് വായിക്കത്തക്ക രീതിയിൽ എലിജിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഡോക്ടേഴ്സുമാര് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ. അതുപോലെ ഈ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വായിക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കാം. വായിക്കത്തക്ക രീതിയിലാണോ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആര് ശ്രദ്ധിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി എന്താണ്? ദ മിനിമം സെറ്റ് ഓഫ് SOP. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് SOP-യുടെ ഫുൾ ഫോം? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്.
Okay, SOPs should be available for. Okay, ED അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ അടിയിൽ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? എന്താണ്? റിസീവിംഗ് പേഷ്യന്റ്, ഒരു എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിനെ നമ്മൾ കാഷ്വാലിറ്റിയിലോട്ട് റിസീവ് ചെയ്യുന്നു. രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ്, നമ്മൾ അവിടെ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും അല്ലെ? പേര്, വിവരങ്ങള്, വയസ്സ്, ഇതൊക്കെ നമ്മൾ അഡ്രസ്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ നടത്തുന്നു. ട്രയേജ് ഓഫ് ദി പേഷ്യന്റ് അല്ലെ? ട്രയേജ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ഹോസ്പിറ്റൽ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത് എന്താണ്, ഒരു വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സർവീസ് ആവശ്യമായിട്ട് വരാം അല്ലെ? അപ്പൊ കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ അവിടെ ഒന്ന് അദ്ദേഹത്തെ ആദ്യം ഒന്ന് സ്റ്റേബിൾ ആക്കും. ഈ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇഞ്ചക്ഷനോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റേബിൾ ആക്കും. അതിനുശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏത് വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക്. വെരി ഗുഡ്. അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഹോസ്പിറ്റൽ. ഇനി എന്താണ്? റഫറൽ ഓഫ് ദി പേഷ്യന്റ്. നമ്മൾ എന്താണ്, ഇപ്പൊ ഇവിടെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്, ഡിസ്ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രോട്ട് ഇൻ ഡെഡ് കേസ്, ഡെഡ് കേസുകൾ, മരിച്ച കേസുകളൊക്കെ ആകുമ്പോൾ അതിനെ കുറിച്ച് പ്രൊസീജിയർ ഉണ്ട് അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ ബോഡി അപ്പൊ തന്നെ വിട്ടുകൊടുക്കോ? ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകൊടുക്കോ? മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിട്ടുകൊടുക്കോ? ഇല്ല. അതിനെന്താണ്? കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പോ ചിലപ്പോ ഇനി എന്താണ്, മെഡിക്കൽ ലീഗൽ കേസസുകളൊക്കെ ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, പോലീസ് വരണം, പോസ്റ്റ്മോർട്ടം കഴിയണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വിട്ടുകൊടുക്കുള്ളൂ ഡെഡ് കേസുകളൊക്കെ ആകുമ്പോ. ഓക്കെ, പിന്നെ എന്താ? കോഡ് ബ്ലൂ. എന്താണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല്? കോഡ് ബ്ലൂ കാർഡിയോ അല്ലെ? കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലെ? അവിടെ എഴുതി വെക്കാം. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു, ആംബുലൻസിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ ഈ എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്, ഇവർക്കൊക്കെ ഒരു കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്? പെട്ടെന്ന് തന്നെ രോഗിയെ കൊണ്ടുവരിക, കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇവർ റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ള അലേർട്ടാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നത് കാണാം, കോഡ് ബ്ലൂ, കോഡ് ബ്ലൂ. ഇങ്ങനെ 3 പ്രാവശ്യം അവര് ഇൻഫർമേഷൻ കൊടുക്കും. ഓക്കെ, അലേർട്ട് കൊടുക്കും. അപ്പൊ എന്താണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ്, നഴ്സുമാര്, അതുപോലെ ടെക്നീഷ്യൻസ്, എക്യുപ്മെന്റ്സ്, അതുപോലെ കാഷ്വാലിറ്റിയിലെ എല്ലാവരും എന്താണ്? റെഡി ആയിട്ട് നിൽക്കും. പേഷ്യന്റിനെ കൊണ്ടുവരാൻ ഉടനടി നമുക്ക് ചികിത്സ കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് അലേർട്ട് കൊടുക്കുന്നതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് ആണ്, ചോദിക്കാറുണ്ട്. അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്താ? മെഡിക്കൽ ലീഗൽ കേസസുകൾ അറിയാലോ നമുക്ക്. ഇപ്പോ അസാൾട്ട്, റേപ്പ്, പോയിസണിങ്, ഇതൊക്കെയാണ് ഈ മെഡിക്കൽ ലീഗൽ കേസസുകൾ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ അതൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി ക്ലിനിക്കൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അയാള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അതിനകത്താണ് ഈ ക്ലിനിക്കൽ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടോ. ഒരു രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ അയാള് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ക്ലിനിക്കൽ പ്രോട്ടോകോളിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് SOPയിൽ വരുന്നത് കേട്ടോ. ED പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് റിസീവിംഗ് പേഷ്യന്റ്, രജിസ്ട്രേഷൻ, ട്രയേജ് ഉണ്ട്, ഷിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഉണ്ട്, റഫറൽ ഇൻ ആൻഡ് ഔട്ട്, അതാണ് അതിൽ പറയുന്നത്. ഡിസ്ചാർജ്, അതുപോലെ തന്നെ കേസുകൾ, കോഡ് ബ്ലൂ, അലേർട്ട്, മെഡിക്കൽ ലീഗൽ കേസസുകൾ, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും കാര്യങ്ങളൊന്നും വായിച്ചു നോക്കിയേ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. വെള്ളമൊക്കെ കുടിക്കുന്നവര് വെള്ളമൊക്കെ കുടിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, നെക്സ്റ്റ് അവർ മിസ് തന്നെയായിരിക്കും. അപ്പോ അതുകൊണ്ടാണ് ബ്രേക്ക് തരുന്നത്. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സിലേക്ക് വരാം കേട്ടോ. ഓക്കെ.
ഓക്കെ, എല്ലാവരും ബ്രേക്ക് കഴിഞ്ഞ് വന്നോ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻഡിക്കേറ്റർ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരിക്കാം മീനിങ്? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് സൂചിക അല്ലെ, സൂചകം എന്നൊക്കെ പറയാം അല്ലെ, സൂചിക, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോ നമ്മളിവിടെ നോക്കുന്നത് ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, അത് പോയിന്റിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് കേട്ടോ. നോക്കാം, ഓരോ പോയിന്റ് വൈസ് നമുക്ക് നോക്കാം. ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്. അപ്പോ അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യാതെയുള്ള അറ്റൻഡൻസ് റേറ്റ് എങ്ങനെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡിസാസ്റ്റർ ദുരന്തങ്ങളൊക്കെ വന്നപ്പോ അധികം ആളുകളെ നമുക്ക് ബുക്ക് ചെയ്യാതെ അല്ലെങ്കിൽ കുറെ അധികം ആളുകളെ, നൂറുകണക്കിന് ആളുകളെയൊക്കെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാറുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ്, അത്രയും അധികം ആളുകളെ ചികിത്സിക്കാനായിട്ടുള്ള ചിലപ്പോ ഒരു ബുക്ക് ചെയ്യാതെയൊക്കെ ആയിരിക്കാം കൊണ്ടുവരുന്നത് അല്ലെ. ബുക്ക് ചെയ്യാത്ത രീതിയിൽ, ബുക്ക് ചെയ്യാതെ, അപ്പോയിന്റ്മെന്റുകളൊക്കെ ഒന്നും എടുക്കാതെ നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത്രയും അധികം ആളുകൾക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ED ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടോ? അതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്രയധികം ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചികിത്സ, നല്ല രീതിയിലുള്ള ചികിത്സ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഇല്ലേ? പിന്നെ എന്താണ്? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ എത്ര ടൈം ട്രീറ്റ്മെന്റ് നടത്താനായിട്ട്, എത്ര ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ട്രീറ്റ്മെന്റ് തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്, ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് എത്ര ടൈം അവിടെ പേഷ്യൻസ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ടൈം നമ്മൾ നോക്കിയിട്ട് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ് അവിടെ പറയുന്നത്? ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല. ഡോക്ടേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ രോഗികൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഇല്ലേ? അപ്പൊ അതാണ് അവിടെ പറയുന്നത്, ED ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തൊരവസ്ഥ, രോഗികളെ കൊണ്ടുവന്നിട്ട് മടക്കി പോകുന്ന ഒരു സാഹചര്യങ്ങള്, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു മേഖലകളാണ് അല്ലെ. പിന്നെ എന്താണ്? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. അവിടെ പറയുന്നത് ട്രീറ്റ്മെന്റ് നമ്മൾ ആരംഭിക്കുന്നതിന് മുൻപ്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഇനീഷ്യലി പ്രാഥമിക അസസ്മെന്റ് ചെയ്യാറുണ്ട്. ഇനീഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് BP ചെക്ക് ചെയ്യാറുണ്ട്, പൾസ് ചെക്ക് ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇനി എന്താണ്? ടൈം ടു ട്രീറ്റ്മെന്റ്. ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര ടൈമാണ് എടുക്കുന്നത്? ഓക്കെ, നമ്മള് ഈ മറ്റേ ഇതിൽ പഠിച്ചില്ലേ, എന്താ സോർട്ട് ചെയ്യുന്നത്, പ്രയോറിറ്റി കൊടുത്തിട്ട് ട്രയേജിൽ പഠിച്ചല്ലേ, വിത്തിൻ 1 മിനിറ്റ്, 0 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു അഡീഷണലി ഞാൻ നോട്ട് ഞാൻ വായിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങള്? കാർഡിയാക് അറസ്റ്റ്, ആക്സിഡന്റ്, അങ്ങനെയുള്ള ഫീവർ വന്നിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രയോറിറ്റി ബേസിസിൽ വിത്തിൻ 1 മിനിറ്റ്, 0 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ടൈം ടു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സ ആരംഭിക്കാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സർവീസ് എക്സ്പീരിയൻസ്. എന്താണ്? ഡോക്ടേഴ്സ്, അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണോ? അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ED ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട്. അവർ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഗുണനിലവാരമുള്ള സർവീസ് ആണോ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, അതിന്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, സൂചികയാണ് നമ്മൾ കാണുന്നത്. എന്താണ്? അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ്, ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്,
time to treatment, service experience. Okay. Clear ആയോ? Quality indicators അയച്ചു നോക്കിയേ. നാലാമത്തേത് ഏതാ? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ BP ചെക്ക് ചെയ്യുന്നത്, പൾസ് ചെക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇനീഷ്യൽ അസസ്മെന്റിൽ വരുന്നത്. ചെയ്യുന്നില്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആവുമ്പോഴാണ് അപ്പോ ചെറിയൊരു പോർഷൻ കൂടി നോക്കാം. റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. അപ്പോ എമർജൻസി റൂം ക്ലർക്കിന്റെ റോളാണ് പറയുന്നത്. എമർജൻസി റൂം ക്ലർക്കിന്റെ മറ്റൊരു പേരാണ് എമർജൻസി റൂം സെക്രട്ടറി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്ന് നോക്കിയേ. ഇന്റർവ്യൂ patients to obtain biographic, demographic and financial data for registration purposes and enter information so gathered into the hospital computer system. അപ്പൊ എന്താണ് പറയുന്നത്? ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ബയോഗ്രാഫിക് ആയിട്ടുള്ളതും ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും ഫിനാൻഷ്യൽ ഡാറ്റയും ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ജോലിയാണ് ആരുടേത്? എമർജൻസി റൂം ക്ലർക്കിന്റേത്. ഫസ്റ്റ് ജോബാണ് എന്ത്? ഈ ബയോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? ബയോഗ്രാഫിക് ഏതൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കാം വരുന്നത്? ഏതൊക്കെ വരാം? പേര്, അഡ്രസ്. ഓക്കെ. ഡെമോഗ്രാഫിക്കോ സെയിം തന്നെയാണ് അല്ലെ? ഡെമോഗ്രാഫിക്, ബയോഗ്രാഫിക് ഡീറ്റെയിൽസുകൾ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ഡാറ്റ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡ്യൂട്ടി എമർജൻസി റൂം ക്ലർക്കിന്റേതാണ്. ഇനി എന്താ? രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്, file, retrieve medical reports for the emergency room physician responsible for processing emergency room admission. എന്താ പറയുന്നത്? ഈ എന്താണ് പേഷ്യന്റിന്റെ റൂമിൽ നമ്മൾ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ അതിന്റെ പേര്, വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അതുപോലെ ഫയലുകള്, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഈ ഫിസിഷ്യന് കൈമാറേണ്ടതും ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. അതുപോലെ തന്നെ എന്താണ്? എമർജൻസി റൂമിൽ നമ്മൾ അഡ്മിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പേഷ്യൻസിന്റെ എന്താണ് അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ പേര്, വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അദ്ദേഹത്തിന്റെ ഫയല്, മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഫിസിഷ്യനെ കൈമാറണം. അതുപോലെ റൂമിൽ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കേട്ടോ, എല്ലാ അഡ്മിറ്റ് ആവേണ്ട എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടിയും
എമർജൻസി റൂം ക്ലർക്കിൻ്റെതാണ്. പിന്നെ എന്താണ്? പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്, നല്ലൊരു മികച്ച രീതിയിലുള്ള കസ്റ്റമർ സർവീസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, കോർഡിനേറ്റർ ആക്ടിവിറ്റീസ് in connection with the admission of a patient in the hospital or other medical facility. എന്താ പറയുന്നത്? ഇപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുവരിക അല്ലെ. അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട കാർഡിയോളജി ഐസിയുലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ കാർഡിയോളജി ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ നഴ്സുമാരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും കാഷ്വാലിറ്റിയിൽ നിന്ന് മറ്റൊരു വാർഡിലേക്കാണ്, നമ്മൾ ബന്ധപ്പെട്ട വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? ഈ എമർജൻസി റൂം ക്ലർക്കിന്റെതാണ്. മനസ്സിലായോ? കാർഡിയാക് അറസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യന്റിനെ ആദ്യം നമ്മൾ സ്റ്റേബിൾ ആക്കും, അതിനുശേഷം ബന്ധപ്പെട്ട ഐസിയുലേക്ക് അല്ലെങ്കിൽ കാർഡിയോളജി ഐസിയുലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള അവരുമായിട്ട് ചേർന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. ഇനി എന്താ? അസസ് ദ പേഷ്യൻസ് അതർ നീഡ്സ് ഫ്രം health care professionals like need of ambulance services or referrals. അല്ലെ, ആംബുലൻസ് സർവീസസ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. റെഫറൽസ് അല്ലെ, റെഫറൽ ഇൻ ഉണ്ട്, റെഫറൽ ഔട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസുകൾ, ആംബുലൻസ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും എമർജൻസി റൂം ക്ലർക്കിന്റേതാണ്. ഗ്രീവൻസസ് റിഡ്രസൽ എന്തായിരിക്കാം? ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് എന്താണ്? ഗ്രീവൻസസ് റിഡ്രസൽ എന്താണ്? ഗ്രീവൻസസ് റിഡ്രസൽ ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറഞ്ഞാല് പരാതി പരിഭവങ്ങൾ അല്ലെങ്കിൽ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി അല്ലെ. കാഷ്വാലിറ്റിയുമായിട്ട് എന്തെങ്കിലും പരാതികൾ പേഷ്യൻസിനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ഈ എമർജൻസി റൂം ക്ലർക്കിന്റേതാണ്. ഓക്കെ, ഇനി കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് മാനേജ്മെന്റ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ബെഡുകൾ കുറയാം, കാഷ്വാലിറ്റിയിൽ ഇത്രയും ബെഡുകൾ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പൊ അത്രയും ബെഡുകൾ അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ബെഡിന്റെ കുറവ് നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവുമായിട്ട് ചേർന്ന് അത് നമ്മള് എന്താണ് വിവരം പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ബെഡ് മാനേജ്മെന്റ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവര് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോ ബെഡ് മാനേജ്മെന്റിന്റെ കുറവുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവിനെ ആ വിവരം അറിയിക്കുകയും അത് കറക്റ്റ് ആയിട്ട് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യണം. പിന്നെന്താ? മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ്. എന്താണ്? MLC കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഉറപ്പുവരുത്താം, ഷുവർ ചെയ്യാൻ ഉറപ്പുവരുത്താം. പിന്നെന്താ? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. ആരാണ് ഡാമ എന്ന് പറഞ്ഞാല്? എന്താണ് അതിന്റെ കൺസെപ്റ്റ്? ഡാമ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം. ഡാമയുടെ ഫുൾ ഫോം നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നിർബന്ധിച്ച് ഡോക്ടറെ സമ്മതമില്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന പേഷ്യൻസ് ആണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പോ എന്തെങ്കിലും
എന്താ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നോക്കുന്നില്ല അല്ലെങ്കിൽ നിർബന്ധിച്ച് ഡിസ്ചാർജ് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഡോക്ടർ കൊടുക്കാതെ ഡിസ്ചാർജ് കൊടുക്കാതെ നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ വാങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോ അവര് നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ചിലപ്പോ നമുക്ക് അത്ര എന്താ കെയറിങ് ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് നമ്മളെ വീട്ടിലേക്ക് പോകാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ലാമ ധാമ എന്നൊക്കെ പറയാറുണ്ട്. നമ്മള് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ലാമ പേഷ്യൻസിനെ പറ്റി പഠിക്കാം. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ലാമ ഡാമ എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ലാമ എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അപ്പൊ അവര് നമ്മളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചാ വെക്കാം, നമ്മൾ നിർബന്ധിപ്പിച്ച് ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോ ഒരു സമ്മതപത്രം കൺസെന്റ് ഫോം നമ്മളെ കൊണ്ട് എഴുതി ഒപ്പ് വെപ്പിച്ചിട്ടാണ് സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. ഒന്നുകിൽ പേഷ്യൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കൊണ്ടോ ഫാമിലീസിനെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് അവര് കൺസെന്റ് ഫോം സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. ഓക്കെ, അതിനകത്ത് എന്താ എഴുതിയിട്ടുണ്ടാവാം, വീട്ടിലേക്ക് പോകുന്ന വഴി രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിപ്പിച്ചിട്ടാണ് സൈൻ വാങ്ങിപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ റെക്കോർഡ്സ് നമ്മള് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ എന്താണ്, അതൊക്കെ കറക്റ്റ് ആയിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അത് ഉറപ്പുവരുത്തേണ്ടതാണ് ആര്, ഈ എമർജൻസി റൂം ക്ലർക്ക്. പിന്നെ നോക്കിയേ, medico-legal cases is made based on the patient's condition and natural cases of injury. RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. എഴുതി വെക്കാം കേട്ടോ, അവിടെ ഫുൾ ഫോം ഇല്ല, ഞാൻ പറയുന്നത് അനുസരിച്ച് അവിടെ എഴുതി വെക്കാം. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. Records are of such cases are entered in the medico-legal register with the with the details of patients and accidents, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultant instructions. ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസുകള് അതുപോലെ തന്നെ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് മെഡിക്കൽ ലീഗൽ കേസുകളായിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കേസസുകൾ ആക്സിഡന്റ് കേസസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത് പോലീസിൽ ഇൻഫോം ചെയ്തോ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യും അവർ ചെയ്യും. നമ്മളോട് ചോദിക്കാതെ തന്നെ ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിന് ഇൻഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ പോലീസിന് ഇൻഫോം ചെയ്യും. മെഡിക്കൽ ലീഗൽ കേസസുകളായിട്ടാണ് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. അത് എന്താണ്, ഈ കാഷ്വാലിറ്റി ഇൻചാർജ് ആണ് അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പാരഗ്രാഫിൽ പറയുന്നത്. റോഡ് ട്രാഫിക് ആക്സിഡൻസുകളോ അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസസുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പോലീസിനെ ഉടനടി അവർ അറിയിക്കുകയും മെഡിക്കൽ ലീഗൽ കേസസുകളായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്, റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക, മനസ്സിലായവര്?
മനസ്സിലായവര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്. മാം ആ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞു തരാമോ മാം? ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലായിരുന്നു. ഇപ്പം പഠിപ്പിച്ചത് ലാസ്റ്റ് പോയിന്റ്. ഹലോ ഹലോ ഫർസാന, ആ ലാസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞു തരാമോടാ പഠിപ്പിച്ചത്? ഹലോ ഹായ്, ഞാൻ ഫാത്തിമയാണ്. ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു ലാസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ല, ഒന്ന് പറഞ്ഞു തരാമോ? ലാസ്റ്റ് പോയിന്റ്, മെഡിക്കൽ ലീഗൽ കേസ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ, unnatural case of injury, RTA, etc. Records of such cases are entered in the medico legal register with the details of patients and accident and the patient case file stamped as medico legal. അതായത് മെഡിക്കോ ലീഗൽ കേസസിലൊക്കെ ബേസില് പേഷ്യൻസിന്റെ അൺനാച്ചുറൽ കണ്ടീഷൻ, എന്തെങ്കിലും പരിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി, അതായത് ആക്സിഡന്റ്, റോഡ് RTA എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അത് മെഡിക്കോ ലീഗൽ എന്ന് സ്റ്റാമ്പ് ചെയ്ത് ആ പേഷ്യന്റിന്റെ കേസ്, ആ പേഷ്യന്റിന്റെ റെക്കോർഡൊക്കെ മെഡിക്കോ ലീഗൽ എന്ന് സ്റ്റാമ്പ് ചെയ്തായിരിക്കും വെക്കുക. പിന്നെ അവർ ആദ്യം തന്നെ ചോദിക്കും, നമ്മളോട് ചോദിക്കും ലോക്കൽ പോലീസിനൊക്കെ ഇൻഫോം ചെയ്തോ എന്നൊക്കെ ചോദിക്കും. അവരുടെയും കൂടെ ഡ്യൂട്ടിയാണ് പോലീസിനൊക്കെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. പിന്നെ ബേസ്ഡ് ഓൺ ദ കാഷ്വാലിറ്റി ഇൻചാർജ് ഓഫ് ട്രീറ്റിംഗ് കൺസൾട്ടൻസ് ഇൻസ്ട്രക്ഷൻസ്, അത് കാഷ്വാലിറ്റിയുടെ കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കാഷ്വാലിറ്റിയിലുള്ള ഇൻചാർജ് അവരെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഓക്കെ താങ്ക് യു. മാം. ഓക്കെ, താങ്ക് യു. കൃത്യമായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടീസ്. ഓക്കെ മാം.
അയച്ചു കഴിഞ്ഞോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എക്സലന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 സെക്കൻഡ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. പേജ് നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം, ആർക്കെങ്കിലും കിട്ടാത്തത് എന്തെങ്കിലും. 11. Okay. Module 2, Chapter 2, Nursing Administration. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലായി അതിൽ നിന്ന്? ആ വേർഡ് അല്ലെങ്കിൽ ആ വാക്കിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റാം? എന്തായിരിക്കാം ചാപ്റ്ററിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കാം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ? റോൾ ഓഫ് ദ നഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ അല്ലെ? റോൾ ഓഫ് എ നഴ്സ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ? നഴ്സുമാരുടെ റോൾ എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതൊക്കെ അടങ്ങുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അധികം ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയത് മനസ്സിലായി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ബോറടിച്ചാ? ഉറക്കം വരുന്നുണ്ടാ? ഉണ്ട്. ഹരിതയ്ക്ക് ബോറടിച്ച് തുടങ്ങി. ഓക്കെ, ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും ഹരിതയ്ക്ക് ബോറടിയാണോ? ഇല്ല, ഫാത്തിമയ്ക്ക് ബോറടിക്കുന്നില്ല. ഓക്കെ ഓക്കെ അപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Nursing is a profession that offers services which benefit the health and well-being of people. എന്താണ് നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ആണ് ഇല്ലേ? പ്രൊഫഷൻ ആണ് അല്ലെ നഴ്സിംഗ് എന്ന് പറയുന്നത്. അത് ഓഫർ ചെയ്യുന്നത് എന്താണ്? കുറച്ച് സർവീസുകൾ. എന്തിനുള്ള സർവീസുകളാണ്? ഹെൽത്ത് അല്ലെ, ആരോഗ്യത്തിന്, ആളുകളുടെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ വെൽഫെയറിന് വേണ്ടിയിട്ട് നഴ്സുമാര് ജോലി ചെയ്യുന്നവരാണ് അല്ലെ? അവിടെ വരുന്ന പേഷ്യൻസിനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നഴ്സുമാരെ അല്ലെ?
കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവും. മരുന്ന് എടുത്ത് തരാനായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടും നമുക്ക് എന്തെങ്കിലും ഫുഡുകൾ കഴിപ്പിക്കാനായിട്ടായാലും നഴ്സുമാർ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഡോക്ടർമാരെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും മറ്റു പല സ്റ്റാഫുകളുടെയും സംബന്ധിച്ചിടത്തോളം നഴ്സുമാർ എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഹോസ്പിറ്റലുകളിൽ, അല്ലെ? രോഗികൾക്കായാലും. അതുപോലെ തന്നെ നഴ്സുമാരില്ലാത്തൊരു ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അല്ലെ? നമുക്ക് എന്താണ് അത് ഒരു അതിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റുമോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നഴ്സുമാരില്ല എന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നഴ്സുമാർ എന്ന് പറഞ്ഞാൽ ഒരു മാലാഖമാരാണെന്ന് പറയാറുണ്ടല്ലേ? പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നഴ്സുമാർ എന്ന് പറയുന്നത് മാലാഖമാരാണെന്ന്, അല്ലെ? എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നഴ്സുമാര് അത്യാവശ്യമാണ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് ലീഡർഷിപ്പ് പൊസിഷൻ in a specific health care environment. Health care environment സംബന്ധിച്ചിടത്തോളം ഒരു നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് പറയാൻ പറ്റും. The definition of administration refers to the collection of people who are in the charge of making and applying laws and norms, or those in leadership position who came for important tasks such as staffing and the staffing process. അപ്പൊ എന്താണ് ഈ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകൾക്ക് നോംസ് ആൻഡ് ലോസ് ഒക്കെ, അല്ലെ? പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസ് ഒക്കെ അത് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെ? അത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ഏരിയ രണ്ട് ഇമ്പോർട്ടന്റ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാഫിങ്ങും സ്റ്റാഫിംഗ് പ്രോസസ്സും. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് സെർച്ചിങ്, ചൂസിങ്, അനലൈസിങ് ആൻഡ് ക്രിയേറ്റിംഗ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയീസ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, അല്ലെ? സെർച്ച് ചെയ്യുന്നു പല പല ആക്ട്സിലൂടെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ആദ്യം നമ്മള് പത്രത്തിൽ പരസ്യം കൊടുക്കും, അല്ലെ? പല പല ആഡ്സുകൾ കൊടുക്കാറുണ്ട്, അല്ലെ? സെർച്ച് ചെയ്യാറുണ്ട്. അവര് ആഡ്സുകളിലൂടെയാണ് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ അത് ചൂസ് ചെയ്യും. പല പല ബയോഡാറ്റകൾ അയക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, പരിശോധിക്കുന്നു. And creating working relationship with the present and the future. എന്താണ് അവർക്ക് ഫ്യൂച്ചറിലും അതുപോലെ തന്നെ ഭാവിയിലും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്റ്റാഫിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് എന്താണ്? സെർച്ചിങ്, choosing, analyzing and creating working relationship with the present and future employees, അല്ലെ? അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കൂടെ നമ്മൾ ചേർന്ന് കൊണ്ട് ഇപ്പോഴും ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാഫിങ്ങിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫിംഗ് പ്രോസസ് എന്താണ്? ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ് ടു ഹാവ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, നമ്മൾ സ്റ്റാഫിങ്ങിലൂടെ ആളുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിലേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെ? ഇപ്പൊ നഴ്സുമാരെ ഇപ്പോ റിസപ്ഷനിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടുള്ള ജോബ് ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇല്ല. നഴ്സുമാരുടെ ജോലി തന്നെയാണല്ലോ ചെയ്യാൻ പറ്റുക. അതാണ് പറയുന്നത്, റൈറ്റ് പേഴ്സണെ റൈറ്റ് ജോബിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. That means the staffing process consists of identifying type and amount of nursing care need by the patient and selecting and appointing personnel from the obtainable applicant. അപ്പൊ എന്താണ്? രോഗിയുടെ സ്വഭാവം, രോഗിയുടെ നേച്ചർ ഒക്കെ നോക്കിക്കൊണ്ട് അവർക്ക് എന്താണ് അവര് ആളുകളുടെ സെലക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു നഴ്സിംഗ് സ്റ്റാഫിനെയാണ് നമ്മൾ സ്റ്റാഫിങ്ങിലൂടെ നമ്മൾ അല്ലെങ്കിൽ ആ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കുന്നത്. രോഗികളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട്, രോഗികളുടെ നേച്ചർ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ് നഴ്സുമാർ എന്ന് പറയുന്നത്. അപ്പൊ അവര് നല്ല രീതിയിൽ നമ്മുടെ ഗുണനിലവാരത്തോടു കൂടി കെയർ ചെയ്യാനായിട്ട്
സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല രീതിയിൽ കെയർ ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് അവരുടെ നീഡ്സ് വാൻസ് അനുസരിച്ച്, അവരുടെ സ്വഭാവങ്ങൾ അനുസരിച്ച്, നേച്ചർ അനുസരിച്ച് നമുക്ക് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള സ്റ്റാഫുകളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതാണ് സ്റ്റാഫിംഗ് ആൻഡ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ആണോ? ഇത്രയും വരെ എടുക്കുന്നുള്ളൂ മിസ്. ബോറടിക്കുന്നുണ്ടാവും. വായിച്ചു നോക്കിയേ. ഇല്ല, ബോറടിക്കുന്നില്ല. ഓക്കെ, ഇത്രയും വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.